വൈകുന്നേരം ആയപ്പോൾ ഒരാഗ്രഹം രാത്രിയിലത്തേക്ക് ചിക്കൻ കറി ആക്കിയാലോ എന്ന്. അങ്ങനെ അച്ഛൻ പോയി ചിക്കൻ മേടിച്ചോണ്ട് വന്ന് ഞാൻ പിന്നെ കിട്ടിയ പാടാ കറി ആക്കാലോ എന്ന് വിചാരിച്ച് ആദ്യം ക്ലീനിങ്ങിന് എടുത്തു. ഇനി കാല് നോട്ടോ, പക്ഷെ നോട്ടം മാത്രമേ ഉള്ളൂ, ഇതിന് അവകാശം ഞാൻ. ആദ്യത്തെ കാല് കിട്ടി, രണ്ടാമത്തെ കാല് തപ്പിട്ടും കിട്ടുന്നില്ല. പെട്ടെന്ന് ഞാൻ വിചാരിച്ചേ ഒരു കാലുള്ള കോഴിയായിരുന്നു, എന്തായാലും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും മറ്റേ കാലിന് സന്തോഷമായി, ഇത് ഫ്രൈ ആക്കാനുള്ള കാലാണ്. പിന്നെ എടുത്തപ്പോഴാണ് ഓർത്തത് നിങ്ങൾ എന്തോ ഇതിന് പറയുന്നത്, ഞങ്ങൾ ഇതിന് മാങ്ങാണ്ടി എന്ന് പറയുന്നത് കേട്ടോ, നിങ്ങളൊക്കെ ഇതിന് സത്യത്തിൽ എന്തോ പറയുന്നത്. ഞാൻ ഇന്നാളാറൊക്കെയാണ് മനസ്സിലാക്കിയത് കോഴിയുടെ കുടലോ വയറൊക്കെയാണെന്ന്. പിന്നെ എന്തായാലും ജാനിക്ക് ഫ്രൈക്കുള്ള 2 ലെഗ് പീസ് എടുത്ത് മസാലയും പുരട്ടി വെച്ച് കശകശാന്ന് ഉള്ളി എരിഞ്ഞ് ടക്കടക്കേന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത്. പിന്നെ ഉള്ളിയൊക്കെ എടുത്ത് അടുപ്പത്താക്കിയപ്പോഴത്തേക്ക് 7-8 മണിയായി കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മച്ചിയാണ് ജാനിയുടെ പാട്ടൊക്കെ ആസ്വദിച്ച് ചപ്പാത്തിക്ക് മാവ് ഒഴിച്ചോണ്ടിരിക്കുക. ഒരാൾ ചപ്പാത്തിക്ക് മാവ് ഒഴിക്കുമ്പോൾ ഇവിടെ ഒരാൾ ചിക്കൻ കറി ഉണ്ടാക്കിയാൽ പെട്ടെന്ന് നമുക്ക് ചപ്പാത്തിയും ചിക്കനും കഴിക്കാമല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുമിച്ചിരുന്ന ചിക്കൻ കറികളെ ഒരു പാത്രത്തിൽ 2 അറ്റത്തായിട്ട് ഇട്ടിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, എണ്ണ ലാഭിക്കാനാ കേട്ടോ. അന്നേരത്തേക്ക് എന്തായാലും മതി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി തീരാറായിട്ടുണ്ട്. ഇനി വേറെ 2-3 എണ്ണം മാത്രം ബാക്കി. ഇപ്പം നിങ്ങൾ വിചാരിക്കും ചിക്കൻ കറി ചിക്കൻ കറി നല്ല മസാലയൊക്കെ പിടിച്ച് വെന്ത് തിളച്ചിരിക്കുന്നുണ്ടോ.